ഹായ് എവരി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലുള്ള പെൻസിലൊക്കെ എങ്ങനെ മേക്ക് ഓവർ ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് പെന്നും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 3 ഐഡിയാസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബ്ലൂ കളർ പേപ്പറും ഒരു വൈറ്റ് പേപ്പറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ വീതിയിൽ രണ്ടെന്നും ഓരോ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 2 പീസും ഈ പെൻസിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഫസ്റ്റ് ബ്ലൂ കളറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബ്ലൂ കളർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് പെൻസിൽ മുഴുവനായിട്ട് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുമ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. കാരണം നമുക്ക് വൈറ്റ് ആ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൂ ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വൈറ്റും കൂടെ ചെയ്തെടുക്കണം. വൈറ്റ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ ബ്ലൂ കളറ് ചുറ്റിയെടുത്തപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്ന ഗ്യാപ്പിലൂടെയാണ് നമ്മൾ വൈറ്റ് ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ വൈറ്റും ഞാൻ അങ്ങനെ ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പെൻസിൽ ഫുള്ള് കവറായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പെന്നിലും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് ആ പെൻസിലിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെൻസിലല്ല കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പെന്നിൻ്റെ ടോപ്പറൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ടോപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ റോൾ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈനും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വൈറ്റ് പേപ്പർ ആയാലും മതി. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രേസ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഞാൻ ഇതിനോട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പേപ്പറിനെ ഒന്ന് പകുതിയിൽ മടക്കിയിട്ട് നമുക്ക് 2 ഭാഗവും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വരച്ചിട്ടുള്ള ആ ഡിസൈനും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് ആ വൈറ്റ് ബട്ടർഫ്ലൈ ഒന്നുകൂടെ ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂ കളർ പേപ്പറിൽ നമ്മൾ വൈറ്റ് ബട്ടർഫ്ലൈനേക്കാളും കുറച്ചുകൂടെ വലിയ ബട്ടർഫ്ലൈ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്ലൂ വലുതും വൈറ്റ് കുറച്ച് ചെറുതുമായിട്ട്. വൈറ്റിൽ വരച്ചു കൊടുത്തിരുന്ന ആ ഡിസൈൻസും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബ്ലൂ കളറ് ബട്ടർഫ്ലൈയിൽ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാട്ടോ. ഒരു ബട്ടർഫ്ലൈ മതിയെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ ചിറകിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 എടുത്തേന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി ആ വൈറ്റിനെ ആ ബ്ലൂ കളറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു വൈറ്റ് പേപ്പർ ചെറിയൊരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ പെൻസിലിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലൊരു യൂണിക്കോണിൻ്റെ പിക്ചറാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ ഞാനിവിടെ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഗൂഗിളിൽ പോയിട്ട് യൂണിക്കോൺ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോണിൻ്റെ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് കളർ ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഞാൻ അങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് അതിന് ഔട്ട്ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പെന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്ലിയർ ടേപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോം മെയ്ഡായിട്ട് നെയിം സ്ലിപ്പും ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പെൻ ഹോൾഡർ, മൊബൈൽ ഹോൾഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരാവും കൂടെ ഒന്ന് പോയി കണ്ട് നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതാ ഇതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു ടോപ്പർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത അതുപോലെ തന്നെയാണ്. ഇനി ആ ടോപ്പറിൽ നമുക്ക് യൂണിക്കോണിൻ്റെ പിക്ചർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ആ ഷേപ്പിൽ തന്നെ യൂണിക്കോണിൻ്റെ പിക്ചർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ടോപ്പറും നമുക്ക് ഈസി ആയിട്ട് തന്നെ അയക്കാനും ഇടാനൊക്കെ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പെന്നിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ മൂന്നാമതായിട്ട് ടോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് പിങ്ക് കളറിലുള്ള വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കയ്യിൽ റോൾ ചെയ്തിട്ട് ഒരു പോം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പോംപോം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാനൊരു ഫ്ലെമിംഗോൻ്റെ പിക്ചർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് ഫ്ലെമിംഗോൻ്റെ പിക്ചർ വേണം നമുക്ക്. ഇനി ഞാനതിനൊന്ന് കളർ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ രണ്ട് ഫ്ലെമിംഗോ ഒരേപോലത്തത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടിനും കളർ ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്ലിയർ ടേപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെമിംഗോൻ്റെ കളർ ചെയ്ത ആ ഭാഗം ക്ലിയർ ടേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് പീസിലും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലെമിംഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ആ പോംപോമലിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഫ്ലെമിംഗോ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ടോപ്പർ നേരത്തെ പോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലും കൂടെ ഞാൻ ആ ക്ലിയർ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ടോപ്പറിൻ്റെ മുകളിലായിട്ട് ഒരു പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ പോംപോമിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതും ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളെന്നും 5:30ക്കാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.